ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അവിടുത്തെ ഈ വീടും ജീവനും നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കും രാഷ്ട്രീയമായി അവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് സമരങ്ങൾ തുടങ്ങേണ്ടി വരും. ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് UDF കമ്മിറ്റി ഇന്ന് ഗവൺമെൻറ്റിന് മുമ്പിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചത്. മറ്റൊന്ന്, അമിതമായിട്ടുള്ള വൈദ്യുതി ചാർജ് പിൻവലിച്ചേ തീരൂ. കാരണം UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 4 രൂപ 29 പൈസയ്ക്ക് കരാർ ഒപ്പിട്ടത്, ആ കരാർ റദ്ദാക്കി 8 മുതൽ 12 വരെ രൂപയ്ക്ക് ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നത് ഭീമമായ അഴിമതിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് വീണ്ടും മണിയാറിലെ പ്രോജക്റ്റിന് 25 കൊല്ലത്തെ കരാറ് അവർക്ക് തന്നെ വീണ്ടും കരാർ കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിന് ബാധ്യത കൂടിയതിന് കാരണം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 8 കൊല്ലക്കാലമായി ഉണ്ടാക്കിയ ഈ കരാറുകളാണ്. അതിൻ്റെ ഫലമായിട്ടാണ് കൂടിയ വിലയ്ക്ക് ഇലക്ട്രിസിറ്റി വാങ്ങുന്നത്. ഇന്ന് 40,500 കോടി രൂപ ഇലക്ട്രിസിറ്റി ബോർഡിന് ബാധ്യത ഉണ്ടായതിന് കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ അഴിമതി, ധൂർത്ത്, കെടുകാര്യസ്ഥത. സർക്കാരിൻ്റെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും അഴിമതിക്കും ധൂർത്തിനും കെടുകാര്യസ്ഥതയ്ക്കും അതിൻ്റെ പാപഭാരം ചുമക്കാൻ കേരളത്തിലെ പാവപ്പെട്ടവരായ സാധാരണക്കാരായ വൈദ്യുതി ഉപയോക്താക്കളെ അവർ തയ്യാറല്ല. അതുകൊണ്ട് ഞങ്ങൾ നിരവധി സമരങ്ങൾ നടത്തി. ഈ ഗവൺമെൻറ് വൈദ്യുതി ചാർജ് ജനവികാരം മാനിച്ച് കുറയ്ക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിയമസഭ ഇപ്പോൾ ജനുവരിയിൽ ആരംഭിക്കും. നിയമസഭയ്ക്കകത്തും പുറത്തും ചാർജ് വർധനവിനെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ഞങ്ങൾ ശക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. സ്മാർട്ട് സിറ്റി യഥാർത്ഥത്തിൽ വികസനം സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നത് UDF ആണ്. ഇപ്പോൾ വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നു. ഞങ്ങൾ വികസനം കൊണ്ടുവന്നു. ഇപ്പോൾ പിണറായി സർക്കാർ അത് വികസനം പൂട്ടി, അതേ ഉള്ളൂ. പക്ഷെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരോടുള്ളതല്ല. അതിനകത്ത് ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് അങ്ങേയറ്റം തെറ്റായിട്ടുള്ളൊരു നിലപാടാണ്. ഇതിൽ സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ ഗവൺമെൻറ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ആ ഭൂമി അവരൊരു ലിറ്റിഗേഷന് പോകാതെ ആ ഭൂമി വിറ്റ് കാശാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് ഗവൺമെൻറ് ഒരിക്കലും ഞങ്ങളതിനോട് അനുകൂലിക്കുന്നില്ല. അവസാനമായി പറയാനുള്ളത് ഈ റോഡ് അപകടങ്ങളാണ്. ഓരോ ദിവസവും റോഡ് അപകടങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് അപകടങ്ങൾക്ക് വാസ്തവത്തിൽ റോഡ് സേഫ്റ്റിക്ക് വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? റോഡിൻ്റെ നിർമ്മാണം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിച്ചു. NHലൂടെ പോകുമ്പോൾ NHൻ്റെ വികസനം കണ്ട് കണ്ണിന് കുളിര് വരികയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ NHലും കേരളത്തിലെ റോഡുകളിലും കൂടെ പോയാൽ അവിടെ പൊലിഞ്ഞു വീണ ജീവിതങ്ങളെ ഓർത്ത് നമ്മുടെ കണ്ണ് നിറയുകയാണ്. ഇപ്പോൾ NHൻ്റെ പണി നടക്കുന്നു. നിങ്ങൾ പോകുന്നവരല്ലേ? ഞങ്ങളാരും ഇപ്പോൾ റോഡിൽ കൂടെ യാത്ര ചെയ്യാറില്ല, ട്രെയിനിലാണ് പോകുന്നത്. എന്താ? കുണ്ടും കുഴിയുമാണ്. അതിൻ്റെ നിർമ്മാണത്തിൽ ഞങ്ങൾക്കറിയേണ്ട, അതിൻ്റെ നിർമ്മാണത്തിൽ NHാണ് അതിൻ്റെ നിർമ്മാണം നടത്തുന്നത്. പക്ഷേ കേരളത്തിലെ PWDക്ക് അതിലൊരു പങ്കുണ്ട്, പങ്ക് വഹിക്കണം. ഇവർ തമ്മിലുള്ളൊരു കോർഡിനേഷൻ വേണം. എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയാണ്. ഞാൻ അന്വേഷിച്ചു. ഇവിടുത്തെ റോഡ് കണ്ടീഷനും ഇവിടുത്തെ റോഡുകളിലെ ഈ ഡെൻസിറ്റി, ഈ വാഹനം, ഇതെല്ലാം ഏറ്റവും നന്നായി സ്റ്റഡി ചെയ്തിട്ടുള്ളത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും PWDയും ട്രാഫിക് പോലീസും ഒക്കെ അല്ലേ. അവരുമായിട്ടൊരു കോർഡിനേഷൻ ഇല്ലാതെ അങ്ങ് അവരുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ വാസ്തവത്തിൽ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ആ നാഷണൽ ഹൈവേക്ക് വേണ്ടി ഭൂമി എടുത്ത് ഫ്ലൈ ഓവറൊക്കെ ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ അവരെല്ലാം കണ്ണീര് കൈയുമായിട്ടിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ള അപാകതകളാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് റോഡ് സേഫ്റ്റിക്ക് വേണ്ടി അതിന് പ്രത്യേക ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരാരും ഒന്നും ചെയ്യുന്നില്ല. കർശനമായ നടപടികൾ എടുക്കണം. അത് മാത്രമല്ല, ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ എന്താക്കിയതുകൊണ്ട് കാര്യം മാത്രമായില്ല. ഇപ്പോൾ വാഹന അപകടങ്ങൾ നടന്നത് നമ്മുടെ മുമ്പിൽ മലപ്പുറത്തും പലയിടത്തും ഉണ്ടായിട്ടുള്ള വാഹന അപകടങ്ങളിൽ അമിത വേഗത്തിൽ ഓടിച്ചതിൽ പലതും ട്രക്കുകളാണ്. മദ്യപിച്ചാണ് അവർ ഡ്രൈവ് ചെയ്തിരിക്കുന്നത് എന്ന് പോലീസിന് നല്ല വിവരമുണ്ട്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഈ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ റോഡ് സേഫ്റ്റിയുടെ വകയായി നൈറ്റ് പെട്രോളിംഗ് ട്രാഫിക് സംവിധാനം ഉണ്ടാവണം. അത് ഈ നാഷണൽ ഹൈവേ മുഴുവനും നൈറ്റ് പെട്രോളിങ്ങിനുള്ള സംവിധാനം ഉണ്ടാക്കണം.
നൈറ്റ് പെട്രോളിംഗ് കൊണ്ടുള്ള ഒരു ഗുണം അമിത വേഗത്തിൽ ഓടുന്ന വാഹനങ്ങളെ പിടിച്ചു നിർത്തി ചെക്ക് ചെയ്തവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആ വാഹനം അവിടെ തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ ഇടാം, കാലത്തെ വിടാവും. ഇങ്ങനെയുള്ള നടപടികൾ എടുക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് കൊണ്ടാണ് റോഡ് അപകടം വർദ്ധിച്ചു വരുന്നത്. ഈ മരിച്ചുപോയ ആളുകൾക്കുള്ള നഷ്ടപരിഹാരം കൊടുത്തത് കൊണ്ടൊന്നും മാത്രം അവസാനിക്കുന്നില്ല. ആർക്കും സംഭവിക്കാം ഈ റോഡുകളുടെ ഈ അവസ്ഥ ഇങ്ങനെയാണ്. അതുകൊണ്ട് റോഡ് സേഫ്റ്റിക്ക് ഗവൺമെൻറ് വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് നടപ്പിലാക്കുമ്പോൾ അതിൽ ഈ അമിത സ്പീഡുകാരുൾപ്പെടെയുള്ള ആളുകൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് മന്ത്രി പലതും പറയുന്നു, പക്ഷേ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, റോഡ് അപകടങ്ങൾ പരമാവധി കുറയ്ക്കാൻ എല്ലാവരുടെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ച് ഗവൺമെൻറ്, പോലീസ് ശക്തമായ നടപടികൾ എടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.